സ്വാഭാവികമായിട്ടും നീയും നിന്റെ ഭാര്യയും കൂടെ അച്ഛനും അമ്മയും ജയിലിൽ കയറ്റിയില്ലേ, നിനക്കൊക്കെ സമാധാനമായില്ലേ? അവരുടെ വയസ്സാം കാലത്ത് ഇത്രയും കാലം നിനക്കൊക്കെ വേണ്ടി പണിയെടുത്തിട്ട് അവസാനം ജയിലിൽ പോയി കിടക്കേണ്ട സിറ്റുവേഷൻ വന്നില്ലേ? വിനായക് നമുക്ക് മെസ്സേജ് അയച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്കിത് കണ്ടിട്ട് ഫസ്റ്റത്തെ സംഭവങ്ങളെല്ലാം കണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെല്ലാരും പറ്റിക്കാൻ എന്തോ ഒരു പരിപാടിയുമായിട്ട് വന്നതാണോ. കാറ്റടിച്ചപ്പോ കാട്ടുതീ കമ്പിതിരിയില്ലാത്തിരി തീപ്പെട്ടി കൊണ്ട് തീ കൊടുത്താലുല്ലാസപ്പൂത്തിരി പച്ച പരിഷ്കാരി പച്ച മലയാളി. Okay, welcome back to Andapan Talkies and this is RJ Andapan and Shion Saji Music. yes, along with me. Yeah. അപ്പൊ അങ്ങനെ ഇവന്റെ വീഡിയോയിൽ ലൈക് സ്റ്റുഡിയോ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ എപ്പിസോഡ് എന്നെ വെച്ച് തന്നെ തുടങ്ങേണ്ടി വന്നിരിക്കുന്നു ഗൈസ്. അതെ, വേറെ ഗസ്റ്റുകളെ കിട്ടാത്തോണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ പക്ഷെ ടെക്നിക്കലി അത് നമ്മൾ അതല്ല, നമ്മൾ ആ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട്, നിലവിലല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് മാത്രമാണ്. അപ്പൊ എന്തായാലും ഇപ്പോ നമ്മൾ യൂഷ്വലി മുമ്പ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് പല സംഭവങ്ങളെ കുറിച്ച് റിയാക്ട് ചെയ്യാന്നുള്ളത്. സോ ഇപ്പോ കത്തിക്കേറി പൊക്കോണ്ടിരിക്കുന്ന കുടുംബകലഹം സീരിയലിന്റെ മ്യൂസിക് ഇടണോ ഇവിടെ? ഇവിടെ വിഷമമാണ്, നീ ഇത് കളിയാക്കാതെ. വിഷമമാണെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ഇത് ഭയങ്കര ചീപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫാമിലിയുടെ കാര്യത്തിൽ ഏകദേശം ചീപ്പായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി ടു ബി ഓണസ്റ്റ്, ഞാൻ അവരുടെ പേജും അവരുടെ മുമ്പത്തെ വീഡിയോസും വലിയ രീതിയിൽ ഫോളോ ചെയ്യാത്ത ഒരാളാണ്. എല്ലാ വീഡിയോസും കണ്ടുകൊണ്ടിരുന്ന ഇവൾ ഇപ്പൊ ഈ ഡയലോഗ് അടിക്കുന്നത്. അല്ല, ഞാൻ എല്ലാ വീഡിയോസും കണ്ടോണ്ടിരുന്നതാണ്. അവരെന്തുകൊണ്ട് കണ്ടോണ്ടിരുന്നു? അവരുടെ ഫാമിലി, അവരുടെ സംഭവം ഇതെല്ലാം കൂടെ നല്ല കണ്ടന്റ്സ് പൊക്കോണ്ടിരുന്നതാണ്. അവർ ചേട്ടനും അനിയനും കൂടെ കുറെ ചലഞ്ചൊക്കെ ചെയ്യുമായിരുന്നു. പറഞ്ഞാൽ 24 മണിക്കൂർ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുന്നു, 24 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുന്നു, 24 മണിക്കൂർ ഉറങ്ങാതിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ചലഞ്ചുകളും കാര്യങ്ങളും ഒക്കെ കുറച്ച് ബാക്കി അങ്ങനെ കോമൺ ആയിട്ട് നമ്മുടെ മലയാളം ചാനൽസിൽ കണ്ടുവരുന്നതിനേക്കാൾ ഈ പുറത്തുള്ള ചാനലിലെ കുറെ കോണ്ടന്റ്സ് അതിനൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നല്ല നല്ല രീതിയിൽ പോകുന്ന ഒരു ഫണ്ണായിട്ടുള്ള അവരുടെ വീഡിയോസ് കാണാൻ നല്ല രസമുള്ള സംഭവമായിരുന്നു. അതുകൊണ്ടാണ് കണ്ടോണ്ടിരുന്നത്. ആദ്യത്തെ കുറച്ച് സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിലെ കമന്റ് സെക്ഷന്റെ കാര്യങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നൊരു ഡയലോഗ് ഞാൻ ഇന്ന് ഇപ്പൊ കാറിൽ പോയപ്പോഴും പറഞ്ഞു, കലഹം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്നാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയോ, കലഹം മൂലം യൂട്യൂബ് മൂലം കുടുംബത്തിൽ കലഹം നല്ല അടിപൊളി സുലഭം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ വേറൊരു ടേക്ക് ഞാൻ പറയാം. ഇത് ഇന്ത്യയിലെ ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഈ കുടുംബപ്പോരും ബാക്കി സാധനങ്ങൾ. ഇപ്പൊ യൂട്യൂബിലായതുകൊണ്ട് നമ്മളെല്ലാം ഭയങ്കര കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നു. ബിക്കോസ് ഇതെല്ലാം ഇതിപ്പം നമ്മുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ജോബ് ഓർ നമ്മൾ ഇതിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതായിട്ട് വന്നു പോകുന്നു. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ എന്റർടൈൻമെന്റ്. ഇത് കാണുന്നതും അത് കണ്ട് താഴെ കമന്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയതുകൊണ്ട് നിങ്ങളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ലൈഫാണ്, ഒപ്പം തന്നെ അവർക്കുള്ള ഒരു വരുമാന മാർഗം കൂടെയാണ്. അതെ, അവരുടെ വീഡിയോസിൽ ഇപ്പൊ അവർ പറയുന്നുണ്ട്, എനിക്ക് അവരുടെ ഭയങ്കര പഴയ സമയം അവരുടെ ലൈഫ് എന്തായിരുന്നു ഇതിന് മുമ്പേ എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവർ പറയുന്നുണ്ട് നമുക്ക് ഈ പണിയൊക്കെ ചെയ്ത് ലേബർ വർക്ക്സ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ ഇപ്പൊ പറയണ കേട്ടു. ഈ അനിയൻ പ്രണവ് എന്താ വെൽഡിങ് പണിക്കൊക്കെ വേറെ എവിടെയൊക്കെയോ പോയിട്ട് വന്ന സമയത്തൊക്കെയാണ് പ്രവീൺ ഒരുമിച്ച് നിർത്തി ഈ ചാനല്. 10-28 വയസ്സാണ് മൂത്ത ആൾക്ക്, നിന്റെ പ്രായം തന്നെ ഉണ്ട്. then she is younger, I guess. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അത് കണ്ടുവരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ഫാമിലി ഇഷ്യൂ ആണ്. ഫാമിലി ഇഷ്യൂ അതിപ്പോ എന്താണ് മറ്റേ ഡൊമസ്റ്റിക് വയലൻസ് ആണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ പ്രവീണും വൈഫും കൂടി ഇരുന്നിട്ട് വീഡിയോയിൽ അവർ ഒരുപാട് സാധനങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. അവരുടെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സംസാരങ്ങൾ, അച്ഛൻ തെറി വിളിക്കുന്നതും ബാക്കി സാധനങ്ങൾ, അച്ഛൻ തെറി വിളിക്കുന്നത്, ഒരു ഫൈറ്റ് ഉണ്ടായെന്ന് തോന്നുന്നു. ആ ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള സംഭവം ഇട്ടിട്ടുണ്ട്. അപ്പൊ അവൻ നല്ല രീതിയിൽ ഇൻജോർഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ബേസിക്കലി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതില് ഷീ പ്രഗ്നന്റ് ക്യാരിങ് ആയിരുന്ന സമയത്ത് ഇതുപോലത്തെ ടോർച്ചറിങ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ്, ചെറിയ ഡൊമസ്റ്റിക് വയലൻസ് അല്ല. ഒരു വലിയ ക്രൈമാണ്. പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ സ്വമേധയാ കേസ് എടുക്കാവുന്ന സംഭവമാണ്. അവർ കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതൊക്കെയാണ് വീഡിയോ കൊടുത്തിട്ടില്ല. അവർ കേസ് കൊടുക്കാൻ അവർക്ക് ഫാമിലി ആയതുകൊണ്ട് ഇപ്പോഴും ഒരു ഇതിൽ നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ടോട്ടലി എൻ്റെ ഒരു ടേക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് പറയാം. ഒന്ന്, ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഈ സംഭവം ഇങ്ങനത്തെ ടോപ്പിക്സ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും കൂടുതലാണ് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് കാണാനായിട്ട്. അപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ട് പൊക്കോണ്ടിരുന്ന ഒരു സ്ഥാനത്ത് ചിലപ്പോൾ ഹാപ്പിനെസ് പോയെന്നുണ്ടെങ്കിലും
വെറുതെ നിങ്ങളുടെ ഒരു ഇമേജ് മൊത്തത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വലിച്ചു കീറാൻ ഇടുന്നതിനേക്കാൾ ഉപരി ഇപ്പൊ രണ്ടുപേരും ഞാൻ പ്രവീണും വൈഫും കൂടെ അല്ല പ്രവീണും വൈഫും കൂടെ ആദ്യം ഇട്ടുന്ന വീഡിയോസ് പിന്നെയും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് എവിടെയും തൊടാത്ത കുറെ കാര്യങ്ങൾ, കാരണം അവർക്ക് ഇത് എന്താണ് എന്നുള്ളത് പറയാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അപ്പനും അമ്മയും പക്ഷെ അപ്പൊ എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വരുന്നത് കണ്ടോ അവൻ എന്തോ കളത്തിലുണ്ട്, അല്ലെങ്കിൽ അവൻ മുഴുവൻ പറയണ്ടല്ലേ എന്നുള്ള ടൈം വരും. ഇതിപ്പോ യൂട്യൂബിലായതുകൊണ്ട് ഇങ്ങനെ, നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ കുറെ എണ്ണങ്ങളുണ്ട്. അമ്മമാരും ഇവരും ഒക്കെ നമ്മൾ കുറച്ചു കാലം എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് എന്താണോ സൊസൈറ്റി നടക്കുന്നത് അതിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ്. കറക്റ്റ് അതിന്റെ സംഭവമാണ്. അപ്പൊ എന്നിട്ട് ഇപ്പൊ ഇവര് വീഡിയോസ് ഇട്ട് കളിക്കുമ്പോഴത്തേക്ക് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചാനലിന് ഇതിന്റെ ബേസിലൊക്കെ ഭയങ്കര റീച്ച് ഒക്കെ കയറുന്നുണ്ട്. പ്രണവിന്റെ ചാനൽ ഒരു ദിവസം റീച്ചിന്റെ കേസ് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ സോറി വിനായക് നമുക്ക് മെസ്സേജ് അയച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്കിത് കണ്ടിട്ട് ഫസ്റ്റത്തെ സംഭവങ്ങളെല്ലാം കണ്ടുപോയപ്പോ ഞാൻ വിചാരിച്ചു നമ്മളെല്ലാരും പറ്റിക്കാൻ എന്തോ ഒരു പരിപാടിയുമായിട്ട് വന്നതാണോ. കാരണം ഒരു അക്കൗണ്ടിന് പെട്ടെന്ന് റീച്ച് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അത്യാവശ്യം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയണം. ഒരു 100K 200K ഒക്കെ ഉള്ള ആൾക്കാർ നിന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അവരിൽ ഒരാൾ ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെയാണ്. അപ്പം എനിക്ക് ഒരു 200K ഫോളോവേഴ്സും കാര്യങ്ങളും ഉണ്ട്, സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നിന്റെ ഒരു അക്കൗണ്ട് പെട്ടെന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും അടിയായിട്ട് നീ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി എന്നുള്ള രീതിയിൽ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലോ സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാലോ അതുപോലെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. ഒരു പരിധി വരെ ഞാൻ വിചാരിച്ചു. പക്ഷെ അവരുടെ കഴിഞ്ഞ ദിവസത്തെ ഫസ്റ്റ് വീഡിയോ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വൈ ഡു യു ഹാവ് ടു ഡു ദിസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു. പക്ഷെ ഇന്നത്തെ പ്രവീണിന്റെയും വൈഫിന്റെയും കൂടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്റെ ഒരു ടേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവര് ലീഗലി തന്നെ മൂവ് ഫോർവേഡ് ചെയ്യണം. അതല്ലാതെ എന്താന്നറിയാം, ഫാമിലിക്കെതിരെ ആവുമ്പോൾ ഒരു സീന് ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അത് തെറ്റല്ലെന്നല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ പറഞ്ഞതും പഠിപ്പിച്ചുകൊണ്ടിരുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തരം പ്രശ്നം ഉണ്ടെങ്കിലും ലീഗൽ സൈഡ് നേടണം എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡിനെ ഒഴിവാക്കി നിർത്തിയിട്ട് ഇമോഷണൽ സൈഡ് വന്നു കഴിയുമ്പോൾ എന്തോന്നറിയോ, ഇതിപ്പോ ചെയ്തു എന്ന് വിചാരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് എന്താണ് അവൻ ചിന്തിച്ചതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനെ ന്യായീകരിക്കുകയോ ബാക്കി സംഭവങ്ങളോ അല്ല. സ്വാഭാവികമായിട്ടും നീയും നിന്റെ ഭാര്യയും കൂടെ അച്ഛനെയും അമ്മയും ജയിലിൽ കയറ്റിയില്ലേ, നിനക്കൊക്കെ സമാധാനമായില്ലേ? അവരുടെ വയസ്സാം കാലത്ത് ഇത്രയും കാലം നിനക്കൊക്കെ വേണ്ടി പണിയെടുത്തിട്ട് അവസാനം ജയിലിൽ പോയി കിടക്കേണ്ട സിറ്റുവേഷൻ വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഇതിനെ എന്താ പറയാ വേറൊരു രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കും. മനസ്സിലായോ? അത് ഓക്കെ. പക്ഷെ അതേസമയം യൂട്യൂബിൽ ഈ സംഭവം വിത്ത് ഈ വീഡിയോ പ്രൂഫ്സ് സാധനം എല്ലാം കൂടി ഇടുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് എന്താണ്, 14 മിനിറ്റിൽ ആ വീഡിയോ ഓൾമോസ്റ്റ് 70K അബവ് റീച്ച് വന്നിട്ടുണ്ട്. ലാക്സ് അടിച്ചു. ഞാൻ പറഞ്ഞു ഫസ്റ്റ് 14 മിനിറ്റ്സിലെ കാര്യമാണ് പറയണത്. ഏകദേശം 1 ലക്ഷം വ്യൂസിനടുത്താണ് ആ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. 57 മിനിറ്റ് ഞാൻ കണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു സംഭവം. So, your final take on it? Final take on it? Obviously, they should move forward legally. Legally in the sense, ഈ ചിലർക്ക് ചില കാര്യങ്ങളെ പറ്റി അറിവില്ലാത്തതായിരിക്കാം. ഇങ്ങനെ ചെയ്തുകൂടാ. നമ്മൾ കണ്ടുവരുന്ന പണ്ട് തൊട്ടേ നമ്മുടെ കേരളത്തിൽ വരുന്ന ഒരു ട്രഡീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയായാലും അടിമയായിട്ടിരിക്കണം, അടിമക്കണ്ണാണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ലീഗലി മൂവ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവര് കുറെ കൂടെ എഡ്യൂക്കേറ്റഡ് ആവും. ഇങ്ങനൊന്നും അല്ല, കാലം മാറി, ലോകം മാറി, ഇങ്ങനെ നല്ല കാര്യങ്ങളെന്നുള്ളതൊക്കെ ഐ ഡോണ്ട് അഗ്രി വിത്ത് ഇറ്റ്. ബിക്കോസ് എന്താന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ടല്ലോ ജയിലിൽ പോയി കടന്ന് തിരിച്ചു വന്നാലും നന്നാവൂല, തമാശയല്ല. ഞാനൊരു ഡി അഡിക്ഷൻ സെന്ററിൽ, ഞാൻ മംഗലാപുരത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ വളരെ ചെറുപ്പത്തിൽ കുടിച്ച് എല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഇന്നൊരു പാർട്ട് എന്ന് പറയാനുള്ള എല്ലാം പോയി കിടന്നവൻ. അവൻ എന്നെ അവൻ ഓൾമോസ്റ്റ് അവന്റെ ലൈഫും കൂടെ നമുക്കറിയാം ഇത്ര നാളും കൂടെ ഉള്ളൂ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാൻ തന്നൊരു കേസാണ്. അപ്പം ആദ്യം നമ്മളടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കണ്ട് സംസാരിച്ചിട്ട് പോവാ, നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ എന്താ റീഡ് ചെയ്യണം. നമ്മൾ പോയി സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിക്കുന്നത് എല്ലാവരും ഒന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ബ്രോ എന്തെങ്കിലും വഴിയുണ്ടാവും ഒരു പെക്കും കൂടെ കിട്ടാൻ എന്നുള്ളതാണ്. അത് വേറൊരു സാധനം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങളുണ്ടല്ലോ, ഈ ചില ആൾക്കാരുടെ ഉള്ളിൽ കുഞ്ഞിലെ മുതലേ തലയിൽ കയറി പറ്റി കിടപ്പുണ്ടാവും.
ഇത് നമുക്ക് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അല്ല, അവരുടെ ചിന്തകളും കാര്യങ്ങളൊന്നും മാറണ്ട. ഇനി ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫാമിലിയാണ്. ഒബ്വിയസ്ലി ഈ തീയും പുകയൊക്കെ കുറച്ചാലും കഴിയുമ്പോൾ കെട്ടണങ്ങും. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൊല്ലും തല്ലും എന്ന് പറഞ്ഞ കേസുകളാണെന്നുണ്ടെങ്കിലും അതൊക്കെ പിന്നെയും മാറി വന്നിട്ടുണ്ട്. അതാണ് ഫാമിലിയിൽ തമ്മിലുള്ള ബോണ്ട്, ബ്ലഡ് റിലേഷൻഷിപ്പിന്റെ ബോണ്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ നിൽക്കുന്നതാണ് അവളും. അവളുടെയും ഈ ഒരു സംഭവമൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചേഞ്ച് ആയി എല്ലാം ഒന്ന് സെറ്റിലായി വരുന്ന സമയം വരും. അവനൊന്ന് തണുക്കുമ്പോഴത്തേക്ക് തന്നെ ഇതെല്ലാം മാറും. പിന്നെ ഇതിലിപ്പോ നമുക്കെല്ലാം ഇവര് പറയുന്നതും ഇവരുടെ സൈഡിൽ നിന്ന് ചിലതായിട്ട് കാണുന്നതും മുഴുവനും അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ കംപ്ലീറ്റ് സൈഡുകൾ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ ഇതാണെന്നുള്ളതോ അറിയില്ല. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കമന്റിലൊക്കെ താഴെ പോയിട്ട് ഓരോരുത്തന്മാർ പറയുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ വീട്ടില് ഇവരെക്കാളും കൂടുതൽ ഈ കമന്റ് ഇടുന്നവന്മാരാ. കാരണം എന്താ ഡയലോഗുകൾ എന്നറിയൂ, എന്റെ അമ്മ വായിക്കേണ്ട സാധനങ്ങളാണ്. അപ്പം എന്റെ ടേക്ക് എന്താണെന്നറിയോ? എന്റെ ടേക്ക് നീ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് കുറെ ലീഗൽ ഇഷ്യൂസ് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഡൊമസ്റ്റിക് വയലൻസും എസ്പെഷ്യലി ക്യാരിങ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അത് മാത്രമാണ് ഒരു കൺസേൺ. ക്യാരിങ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കുറച്ചും കൂടെ മെച്ചൂർഡാണ്. നമുക്ക് എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയും. ആ കുഞ്ഞ് ഫോമായി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവന്റെ ക്യാരക്ടർ, അവന്റെ പല സംഭവങ്ങൾ ഇതെല്ലാം ഈ സമയം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ഉള്ളിലിരുന്ന് അവൻ കേൾക്കുന്നുണ്ട്, അവനോ അവളോ അത് കേൾക്കുന്നുണ്ട്. അവൻ ഓക്കെ, ഞാൻ പറയായിരുന്നു. അപ്പൊ കേൾക്കുന്നുണ്ട്, അത് അവനെ ഓരോ ഇതിലേക്കും ഫോം ചെയ്യും. അവന്റെ ക്യാരക്ടറിൽ അത് ഉണ്ടാവും. പിന്നീടുള്ള അവന്റെ ഓരോ സംഭവത്തിലും ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ഇവിടെയുള്ള പല മുതിർന്ന ആൾക്കാരും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. പല ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് ഗർഭിണിയായിട്ടിരിക്കുന്നതിന്റെ നടുവിൽ കിടന്നുണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇതിൽ കമന്റോളീസ് ആയിട്ട് അതിന്റെ താഴെ പോയി അവരെവരെയും ജഡ്ജ് ചെയ്ത് കുറ്റം പറയുന്ന ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വാച്ച് ചെയ്തൊരു കാര്യം, ഞാൻ കാരണം കുറെ കാലമായിട്ട് ഇവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവള് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാനും അത് ആ ഒരു പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ. ബിക്കോസ് ഷീ യൂസ് ടു വെയർ ഡ്രസ്സസ് കോമൺ ആയിട്ട് നമ്മളൊക്കെ. പുള്ളിക്കാരി ഇൻഫ്ലുവൻസർ ഒന്നും അല്ല. പുള്ളിക്കാരി എന്തുവാ ഇവന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് വന്ന് വീഡിയോസിലെല്ലാം വരുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു കുറെ കാലം കൊണ്ട്, വർഷങ്ങളായിട്ട് ഇവർ ഇഷ്ടത്തിലാണ്. അപ്പോൾ കല്യാണത്തിനോട് അടുത്തുള്ള സമയം കുറെ കാലം മുമ്പ് തൊട്ട് തന്നെ ഇവള് വീഡിയോസിൽ വരുന്നുണ്ട്. ഇവർ 3 പേരുമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു, വ്ളോഗ്സിലെല്ലാം വരുന്നുണ്ട്, ഇങ്ങനെല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നോണ്ടിരുന്നാണ്. പുള്ളിക്കാരിയുടെ വീട് പുനലൂരോ ഏതൊരു സൈഡിലേക്കാണ്, ഇവര് ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. അപ്പൊ ആ സമയത്ത് കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന പുള്ളിക്കാരിയുടെ ഡ്രസ്സിങ് അല്ല പിന്നീടുള്ളത്. അത് ഞാനും വിചാരിച്ചിട്ടുണ്ട്, എന്ത് പറ്റി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റി ഒരുമാതിരി ഭയങ്കര തള്ള വൈബിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്നു എന്ന് ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാ തള്ളവൈബെന്നല്ല, ലൈക്ക് യു നോ ഇറ്റ് റൈറ്റ്. ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സിങ് രീതി തള്ളവൈബെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഫ്രം വാട്ട് ഷീ യൂസ് ടു വെയർ പുള്ളിക്കാരി നല്ലൊരു സഡൻ ചേഞ്ച് ഉണ്ടായിരുന്നു. അത് പിന്നെ ഇപ്പോഴും ആ ചേഞ്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ് ചെയ്തത്. ഒരു സമയത്തും അത് മാറാൻ ഞാൻ കണ്ടിട്ടില്ല. മേ ബി അത് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും വീട്ടില്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പിന്നെ മുമ്പ് ഇതിൽ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ആദ്യമേ ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാരും പറയണത് ചെറിയ ഇഷ്യൂസ് അല്ലേ അത് പോട്ടെ, ചെറിയ ഇഷ്യൂസ് അല്ലേ അത് പോട്ടെ, ചെറിയ ഇഷ്യൂസ് അല്ലേ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളെയും ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുക്കും നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ. ഈ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഓരോ വിഷയങ്ങളുമാണ് നല്ല രീതിയിൽ ബാക്ക് ഫയർ ചെയ്യാൻ പോകുന്നതാണ്. ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ മുമ്പ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ആ ശരിയാണല്ലോ, തുടക്ക സമയത്തും അത് കഴിഞ്ഞിട്ടുള്ള സമയത്തും ഒന്നും നമ്മൾ റിയാക്ട് ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ കടന്നിട്ട് ഇത് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാടാണ്. ചെറിയ കാര്യങ്ങളെ അന്നേരം അഡ്രസ്സ് ചെയ്ത് തീർക്കുക, അല്ലാതെ കൂട്ടി മാറ്റി തിരിച്ചൊക്കെ വെക്കാൻ നോക്കി കഴിഞ്ഞാൽ അവസാനം എല്ലാം കൂടി ഒന്ന് പൊട്ടും. പിന്നെ അവൻ അതിൽ പറയുന്ന വേറൊരു കാര്യം ഭയങ്കര കറക്റ്റാണ്. എപ്പോഴും ഇവർ ഒരുമിച്ചായിരുന്നു. എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും അവളുമായിട്ട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകുന്നത് ഒരാൾക്കും വീഡിയോസിലോ കാര്യങ്ങളിലോ കാണാൻ പറ്റില്ല. എപ്പോഴും എല്ലാ സമയത്തും ഒരുമിച്ച് ഈ പറയണം. അന്ന് ഹണിമൂണിന്റെ കഥയൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതൊന്നൊരു മാറ്റർ ഓഫ് ഫാക്ട് അല്ല, ഞാൻ ജസ്റ്റ് അതിൻ്റെ അത് കണ്ടുപോയ സാധനങ്ങൾ. അതെ, നമ്മള് അത് കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ്, കല്യാണം ഡേറ്റിലേക്ക് ആക്കുന്നതിന് മുമ്പ് എടുത്തു വെച്ചിരുന്ന ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോയത്. ഞങ്ങൾ സെപ്പറേറ്റ് ആ വന്നത്, ഞങ്ങൾ വേറെ ഇവൻ വേറെ വന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. ലൈക്ക് എന്റെ അഭിപ്രായത്തിൽ ഇനിയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇതിന്റെ ലീഗൽ സൈഡ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ലീഗലായിട്ട് ഒരാൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വരുമ്പോ അത് ആ അഡീഷണൽ പേഴ്സണിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല.
ആ ഫാമിലിയുടെ എൻ്റയർ ഉത്തരവാദിത്വമാണ് അവരെ ബ്ലെൻഡ് ചെയ്യിപ്പിച്ച് അവരെ നമ്മൾ ചിലപ്പോൾ നമ്മൾ 4 പേരും എങ്ങനെയാണ്, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, 4 പേര് ചിലപ്പോൾ ജീവിച്ചിരുന്നതിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടാവും. അത് 5ാമത് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ 4 പേരും വേണം ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് അതിനെ ഒന്ന് മേ ബി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അതിനെ ഒന്ന് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഫാമിലിയുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ഒരു തുള്ളി പലതുള്ളി പെരുവെള്ളം ഓക്കെ, ചെറിയ പ്രശ്നം പഞ്ചടിക്കാൻ വന്നാണ് കയ്യിൽ പോയി. അപ്പൊ അതുപോലെ തന്നെയാണ്. അതായത് എല്ലാവരും കൂടെ ചേർന്ന് നിന്നാലാണ് ഒരു ഇമ്പം ഉണ്ടാവുള്ളൂ. കുടുംബം എന്ന് പറയുമ്പോൾ ആ ഒരു ഇമ്പം വരത്തുള്ളൂ. സോ അപ്പൊ അത് ഒരാളുടെ ഉത്തരവാദിത്വമല്ല, പുറത്തുനിന്ന് വന്ന ഒരാളുടെ ഉത്തരവാദിത്വമല്ല ഈ 4 പേരെയും പഠിക്കുക എന്നുള്ളത്. ഈ 4 പേർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഈ വന്ന ആളെ പഠിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പഠിക്കാനുള്ളത് മാത്രമല്ല അതിനകത്ത് ബ്ലെൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുക. അപ്പൊ ഇവള് പറയുന്നുണ്ട് ഇതിന്റെ അകത്ത് വന്ന് കയറിയ ദിവസം തൊട്ട് ഒരു സെപ്പറേറ്റ് സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത്. അതൊക്കെ അന്നേ അഡ്രസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ മേ ബി ഇന്നത്ര വലിയൊരു ഇഷ്യൂലേക്ക് എത്തില്ലായിരുന്നു. ആദ്യത്തെ സംഭവമൊന്നുമല്ല, എല്ലായിടത്തും പല സ്ഥലങ്ങളിലും ഇതിനേക്കാളും. പക്ഷെ യൂട്യൂബ് തൊലച്ച കുടുംബം നമ്പർ 1 ആയി ഇവരാദ്യം ഫസ്റ്റ് യൂട്യൂബുകാർ അല്ലെങ്കിൽ നമ്മൾ, എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയങ്കര കണ്ണു വെച്ചൊരു കുടുംബം കൂടെ ആണെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസം ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ വിനായക് പറഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴാണ് ആ ഒരു സംഭവം ശ്രദ്ധിക്കുന്നത്. ഇവര് ഭയങ്കര അടിപൊളിയായിരുന്നല്ലോ, അമ്മയാവട്ടെ എല്ലാരും ഇവളും എല്ലാരും ഭയങ്കര 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 ഹാപ്പി ജോളി ആയിട്ട് പൊക്കോണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ വാട്ട് എവർ വി ഫീൽ ബാഡ് ഫോർ ദം, ബട്ട് ദെൻ ലെറ്റ് ദം. പിന്നെ ഇനിയിപ്പോ നമ്മൾ എന്തൊക്കെ കമന്റ് ചെയ്താലും നമ്മൾ എന്തൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ്സ് ദെയർ ലൈഫ്. അതിൽ മാറ്റം വേണമെങ്കിൽ അവരാണ് ചെയ്യേണ്ടത്. ഇനി മാറ്റമൊന്നും ഇല്ലാതൊരു മാറ്റമാണ് വേണ്ടതെന്നുണ്ടെങ്കിലും അതിനും അവർ തന്നെയാണ് ചെയ്യേണ്ടത്. എനിവേസ് എല്ലാം സെറ്റിൽ ആവട്ടെ, എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്നുള്ളതാണ് അല്ലെ. ആർക്കും എന്തിനാ പബ്ബ്. അപ്പൊ എനിക്കിതില് ഒരു കൺക്ലൂഷൻ ആയിട്ട് അല്ലെങ്കിൽ എന്റെ ഒരു ടേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവരുടെ ഫാമിലി ഇഷ്യൂ ആണ്, അവരാണ് അത് തീർക്കേണ്ടത്. നമ്മൾ എന്തൊക്കെ ഇവിടെ കിടന്നിട്ട് പല ചാനലുകളിൽ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം എന്തൊക്കെ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് അവരാണ് അവരുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത്. പക്ഷെ ചെറിയ ജീവിതമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ 24 ചാനലിൽ ഹാഷ്മി ആയിട്ടുള്ള ഒരു രാവിലത്തെ ഒരു പരിപാടിയാണ്, മോർണിംഗ് ഷോയുടെ പരിപാടിയാണ്. അപ്പോൾ ഒരു 70-75 ഒരു അപ്പൂപ്പൻ ഹാഷ്മിയെ കണ്ടിട്ട് പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഈ സുന്ദരനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ജീവിതമാണ്, മാക്സിമം ഹാപ്പി ആക്കുക. ആൻഡ് പ്ലസ് അതിന്റെ ഒപ്പമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി പറയുന്ന ഒരു ലൈൻ ഇങ്ങനെയാണ്, ഞാൻ തപ്പം നേരെ പോയിട്ട് മട്ടൻ കഴിക്കാൻ പോകണം. പുള്ളി പറയുമ്പോൾ ആ മട്ടനും ആ സംഭവത്തിനും എന്റെ വായിന്ന് വെള്ളം തന്നെ ആ ഒരു ഇതുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഇതിൽ പറയാനായിട്ടുള്ള കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ജീവിതമാണ്, പ്രശ്നങ്ങൾ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈസിയാണ്. ഇപ്പൊ എന്റെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനൊന്നോ അല്ലെ പ്രശ്നം ഉണ്ടാവുന്നതിനൊന്നും ഒരു ലിമിറ്റൊന്നുമില്ല. നല്ല ബസ്സും കയറി, ചിലരൊക്കെ ഓട്ടോ കയറിയൊക്കെ ആണെങ്കിലും വരുന്നുണ്ട്. ചിലരൊക്കെ രാവിലെ മുതലേ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ താഴെ നിന്നുകൊണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതിനെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെറുതെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺസും നെഗറ്റീവ് എനർജീസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പ്രശ്നങ്ങൾ എന്തായാലും ജീവിതത്തിൽ വരും. ഇനിയിപ്പോ ഇവര് എല്ലാം പാച്ചപ്പ് ആയി ഇവര് വീഡിയോസ് ഇട്ട് തുടങ്ങിയെന്ന് വെച്ചോ, ഈ ഒരു സംഭവത്തിന്റെ ഇമ്പാക്ട് കിടക്കുന്നത് കാരണം എത്രയോ ലക്ഷങ്ങൾ, 35 ലക്ഷമൊക്കെയാണ് ആൾക്കാർ അത് കണ്ടിട്ടുള്ളത്. നേരത്തെ കണ്ടപ്പോ 35 കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഫാമിലി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ കേട്ടോ. അപ്പൊ ഇനി ഇവര് ഒരുമിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും കുറെ കാലത്തേക്ക്, ഇനി മേ ബി ഒരു 1-2 വർഷത്തേക്ക് തന്നെ ഇവരുടെ കമന്റ് ബോക്സിനകത്ത് ഈ സാധനമായിരിക്കും ഉണ്ടാവുക. അപ്പൊ മാക്സിമം സോഷ്യൽ മീഡിയ ലൈക്ക് വി ഹാവ് ടു അത് സഹിച്ചേ പറ്റൂ. നമ്മൾ ഇതിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു ടേക്ക് ലൈക്ക് ബെയർ വിത്ത് ദിസ്. അപ്പൊ അതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. പക്ഷെ എന്തായാലും ആൻഡപ്പൻ ടോക്കീസിൽ ഇനിയും കുറെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് 1-2 ആഴ്ച സമയം ഒരു പുതിയ ഒരു പരിപാടി തുടങ്ങുന്നതിന് വേണം. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ആക്ച്വലി ചാനൽ ഡെഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പിസോഡ്സ് ചെയ്തു പോകുന്നത്. എന്റെ ചാനലിൽ പുതിയ വീഡിയോ റിലീസ് ആയിട്ടുണ്ട്, ഗൈസ് പോയി കാണണേ. സ്റ്റുഡിയോ ടൂർ, കംപ്ലീറ്റ് സ്റ്റുഡിയോയുടെ ഫുൾ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. വിത്ത് ദി എക്സ്പെൻസ് ആൻഡ് ഓൾ. നമ്മൾ ഒരുവിധമുള്ള എക്സ്പെൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എങ്ങാനും ടാക്സും കാര്യങ്ങളൊക്കെ വന്നാലോ. അപ്പൊ അത് കാരണം നമ്മൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും മാക്സിമം കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോയ്ക്ക് ഒരു എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള ഞാനപ്പോ ആലോചിക്കുന്നുണ്ട്. നമുക്കൊരു തുടങ്ങിയാലോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ചെയ്യാം, കാരണം ഫ്രം സ്ക്രാച്ച് നമ്മൾ പണിയെടുത്തുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പേജ് ഉണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പേജ്. സോ വി കൻ ഡു ഇറ്റ് ഫോർ യു. ഇഫ് യു വാണ്ട് ടു ഹാവ് എനി സർവീസസ് വി കൻ ഡു ഇറ്റ് ഫോർ യു. സോ ഒരു പോയിന്റ് കൂടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂടെ കൂടുക എന്നുള്ളതാണ്. അതെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുക. വീഡിയോസ് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുക ഗൈസ്. So, cuts. അഴകേ ആഴിക്കണ്ണാലേ ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ ഓടി വന്നു. അമ്മിണി കുഞ്ഞോളെ. എടാ റണ്ണിങ് അല്ലേ വീഡിയോ? അവരുടെ പഴയ വീഡിയോ ഒക്കെ കയറി വന്നേക്കണം. 4.3 മില്യൺ വ്യൂസ്. ചേട്ടനും വനിയനും അടികൂടി, അമ്മ കരഞ്ഞു, പ്രാങ്ക്. ഇപ്പൊ ചേട്ടന്റെ ഭാര്യ കരഞ്ഞു, ചേട്ടനും കരഞ്ഞു. അച്ഛനാണോ? അച്ഛനല്ല, അത് വേറെ ഏതോ മാമൻ, അറിയില്ല. ഓക്കെ, എന്തായാലും വെൽക്കം ബാക്ക് ടു. അതിന് മുമ്പ് ഇവിടെ ഒരു ചെറിയ വിഷയം. ഞാൻ ആ ക്യാമറയുടെ സാധനം കൂടെ തിരിച്ചില്ല. കുഴപ്പമുണ്ടോ? ഗൈസ്, നമ്മൾ സെൽഫ് മെയ്ഡ് പോഡ്കാസ്റ്റേഴ്സ് ഇൻ വീഡിയോ പീപ്പിൾ എല്ലാം കൂടി തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാ പണിയും ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. സ്റ്റുഡിയോ ഉണ്ടാക്കിയത് തൊട്ട് വീഡിയോ എടുക്കുന്ന തൊട്ട് എഡിറ്റ് ചെയ്യുന്ന തൊട്ട് നമുക്ക് ഒരാളുടെ സഹായം ആവശ്യം വരുന്നില്ല. സത്യം പറഞ്ഞ ആവശ്യമുണ്ട്, പക്ഷെ കൊടുക്കാൻ കാശില്ല. വേറെ വഴികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്.